കാലത്ത് എഴുന്നേറ്റ് പച്ചവെള്ളം മാത്രം കുടിച്ച് പണിക്ക് പോകാൻ മനുഷ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതാ ബുദ്ധിമുട്ട്? ചായ ഉണ്ടാക്കി കുടിക്കണ ബുദ്ധിമുട്ട്. ഞങ്ങൾ പറയണത് നിങ്ങൾ നേരെ പച്ചവെള്ളം കുടിക്കുക, അത്രയും സമയം ലാഭിക്കുക, ഇന്ധനം ലാഭിക്കുക. 10 മിനിറ്റ് ഗ്യാസ് ലാഭിച്ചാൽ തന്നെ എന്തൊരു ലാഭം ഇപ്പോൾ. അതാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ദിവസം 5-10 ചായ കുടിക്കുന്ന ധാരാളം പേരുണ്ട്. പറച്ചില്ല അവർ പറയും 2 ചായ കുടിക്കുള്ളൂ. അന്നേരം കൂട്ടുകാരോടൊപ്പം കയറിയപ്പോൾ കുടിച്ചായിരുന്നു. ഒരു ചായ കുടിക്കാൻ എത്ര സമയം വേണം? കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ എത്ര നേരം? കുടിക്കാം. അത് എത്ര നേരം എടുക്കും? 5 മിനിറ്റ് എങ്കിലും എടുക്കും. 10 ചായ കുടിക്കാൻ എത്ര സമയം എടുക്കും? 50 മിനിറ്റ്. ചായയും കാപ്പിയും കുടിക്കാത്ത ഒരാൾക്കോ 50 മിനിറ്റ് ലാഭമല്ലേ? അപ്പോൾ തിരക്കേറിയ ജീവിതത്തിന് ഏതാ നല്ലത്? ചായ കുടിക്കണ്ടെന്ന് വെക്കുന്നതാണ്. ഞങ്ങളൊക്കെ ദാഹിക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കുന്നു. മുമ്പ് സാധാരണ എല്ലാവരും ഇപ്പം എത്ര നേരം ഭക്ഷണം കഴിക്കും? 3 നേരമോ? അപ്പോൾ 10 മണിക്കുള്ള ചായയും വടയോ, 4 മണിക്കുള്ള ഉണ്ടംപൊരി അതോ? അതൊന്നും ഭക്ഷണമായിട്ട് കൂട്ടിയിട്ടില്ല. അത് ഭക്ഷണമൊന്നുമില്ല, അത് സ്നാക്സാ. 5 നേരമെങ്കിലും തിന്നും മിനിമം. പിന്നെ കൂട്ടുകാർ വിളിക്കുമ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കണത് ഭക്ഷണമായിട്ട് കൂട്ടുക. നമ്മൾ ഒരു മസാല ദോശ കഴിച്ചു എന്നുള്ളത് 5, 6, 8, 10 നേരമൊക്കെ തിന്നണവരാണ്. ഒരു ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ തിന്ന് ചായയും കുടിച്ചിറങ്ങാൻ എത്ര നേരം വേണം? 1/2 മണിക്കൂർ കൂട്ട്. ഹോട്ടലിലേക്ക് പോണതും വരണതൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ സമയമാകും. ഞങ്ങൾ പ്രകൃതിക്കാർക്ക് ആ തലവേദനയൊന്നുമില്ല. ആ സമയമൊക്കെ ലാഭമാണ്. ഒരു കടയുടെ താഴെ പഴക്കൊലയുടെ അടുത്ത് പോയി നിന്ന് പഴം ഉരിഞ്ഞ് തിന്നുക, തൊലി അവിടെ ഇടുക, പോരുക, കാശും കൊടുത്ത് പോരുക. ഏതാ എളുപ്പം? തിന്നണം, പാത്രം കഴുകി വെക്കണം, കഞ്ഞിക്കലം കഴുകി വെക്കണം. 1 നേരമോ 2 നേരമോ മാത്രമേ വേവിച്ച ആഹാരം പ്രകൃതി രീതിയിലേക്ക് വരുന്ന ഒരാൾ കഴിക്കുന്നുള്ളൂ. 3ാമത് ഒരാഹാരം കഴിക്കണമെങ്കിൽ അത് പഴങ്ങളാകണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലാഭമാണോ സമയത്തിന്? അതോ തിരക്കേറിയ ജീവിതത്തിന് പ്രകൃതി രീതികൾ ബുദ്ധിമുട്ടാണോ? ആ ആംഗിളിൽ ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 9 ദിവസമായി ജ്യൂസുകൾ മാത്രമാണ് കുടിക്കുന്നത്. ദിവസം 2 ജ്യൂസ്, 2, 3, 4, 5, 6, 7, 8 കരികൽ, 3-4 കരിക്കൊക്കെ കുടിച്ചിട്ടുള്ളൂ. തിരക്കായിരുന്നു. എറണാകുളത്ത് നിന്ന് കാറോടിച്ച് ഈ ജ്യൂസ് ഫാസ്റ്റ് തുടങ്ങിയതിന് ശേഷം കാറോടിച്ച് കോഴിക്കോട് പോയി. അവിടെ നിന്ന് കണ്ണൂർക്ക് കാറോടിച്ചു. കണ്ണൂരിൽ നിന്ന് ക്ലാസ്സും കൺസൾട്ടേഷനും എല്ലാം കഴിഞ്ഞ് 50 കിലോമീറ്റർ കിഴക്കുള്ള കുടിയാൻമലയിലേക്ക് പോയി. അവിടെ ക്ലാസ് എടുത്തു, കൺസൾട്ടേഷൻ നടത്തി. അവിടെ നിന്ന് തിരിച്ച് കണ്ണൂരിൽ തന്നെ എത്തി. പിറ്റേ ദിവസം കോഴിക്കോട് വന്നു. കോഴിക്കോട് ക്ലാസ്സും കൺസൾട്ടേഷനും നടന്നു. അത് കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്ത് പോയി. എറണാകുളത്ത് നിന്ന് ഇന്നലെ പാലക്കാട് പോയി. പാലക്കാട് നിന്ന് ക്ലാസ്സും കൺസൾട്ടേഷൻ 30 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയി. ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നു. ജ്യൂസ് മാത്രം കുടിച്ചിട്ടുള്ളൂ. ചത്തു പോവില്ല, ക്ഷീണിച്ച് തളർന്നു പോവില്ല. വേണ്ടേ? പ്രോട്ടീൻ വേണ്ടേ? ഫാറ്റ് വേണ്ടേ? കുന്തം വേണ്ടേ? കുന്തം കൊടുത്തിട്ടൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, തിരിച്ചറിയണം. അതിൻ്റെ ആവശ്യം എന്താണ്, എത്രയാണ്, എപ്പോഴാണ്, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ ട്യൂൺ ചെയ്യണം. ഒരു ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തെ ട്യൂൺ ചെയ്തെടുത്താൽ, ജീവിതത്തെ കൂടെ ട്യൂൺ ചെയ്തെടുത്താൽ ഭേഷായി. പ്രകൃതി രീതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തെ
ശുദ്ധീകരിക്കുക, ശക്തിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ജീവിതം കൂടെ സുന്ദരമാക്കുക എന്നാണ് അർത്ഥം. ഒരു ചെറിയ തലവേദന പോലും വരാൻ പാടില്ല, നമ്മളെ അലട്ടാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു സുന്ദര ജീവിതത്തിലേക്കാണ് നമുക്ക് മുന്നേറേണ്ടത്. അതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിൻ്റെ ഒരു പരിശീലന കളരിയാണ് ഇവിടെ. പഠിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോഴത്തെ തലതിരിഞ്ഞ രീതി നിങ്ങൾ എത്ര കാലം കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തത്? ജനിച്ചപ്പോൾ തുടങ്ങി ചെയ്ത് 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 പരിശീലിച്ചെടുക്കാൻ തന്നെ ഒരു 4-5 കൊല്ലം എടുത്തു. ആദ്യമായിട്ട് എരിവ് തിന്ന സമയത്തൊക്കെ അമ്മ വെളിച്ചെണ്ണ തേച്ച് തരികയും, നമ്മൾ ഇതിലേക്ക് മാറുമ്പോഴും സമയം എടുക്കും. അതിന് മാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരി, അത് മാറ്റാൻ പറയരുത്. ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വല്ല തെറ്റുമുണ്ടോ? വല്ല കഴിക്കണ്ടേ? ഞാൻ പ്രകൃതി രീതിയിലേക്ക് വന്ന് പഴം മാത്രം കഴിച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്കുണ്ടായ ഒരു ആദി, എടാ ചോറ് തിന്നില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാകുമോ? ചോറല്ലേ ശക്തി, ചോറ് തിന്നണം. കാലത്ത് എഴുന്നേറ്റാൽ മനുഷ്യനൊരു ഉന്മേഷം വേണമെങ്കിൽ ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണം, അപ്പോഴേ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ 43 കൊല്ലമായി നമ്മൾ ചായ കാപ്പി നിർത്തി ഉന്മേഷം കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ. അതിനെ പൊട്ടിച്ച് മറികടന്ന് പുറത്ത് ചാടണമെങ്കിൽ മലയാളി ഒരു കുന്ന് ചോറാണ് മലയാളിയുടെ ഉച്ചഭക്ഷണം. അതിലേക്ക് ഒരു കുടം സാമ്പാർ, പിന്നെ സാമ്പാർ തൈരിന് മുമ്പ് വേറെ ചില സാധനങ്ങളുണ്ട്, രസമുണ്ട്. ആദ്യം പരിപ്പും നെയ്യും കൂടിയാണ്, പിന്നെയാണ് സാമ്പാർ, പിന്നെ അതൊക്കെ അവിയൽ, എരിശ്ശേരി, ഓലൻ, കാലൻ പറഞ്ഞിട്ടുള്ള വേറെ പലതുമുണ്ട്. പപ്പടം, പലതരം അച്ചാറുകൾ. മുമ്പൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓണത്തിനും വിഷുവിനൊക്കെയാണ് അച്ചാറെന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുള്ളത്. ഇപ്പൊ പല കുപ്പി അച്ചാറുകൾ മേശപ്പുറത്ത് സ്ഥിരമായിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. കാലം മാറി. പലതരം ചമ്മന്തികൾ, ചമ്മന്തിയുടെ കുറവാണ്, അച്ചാറുകളാണ്. പിന്നെ കൊണ്ടാട്ടം, ഉപ്പേരി, വറുത്തുപ്പേരി, ഇങ്ങനെ പല സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോ ഭക്ഷണവും നമുക്കൊരു സദ്യയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 50 കൊല്ലം മുമ്പ് കാലത്തെ ഒന്നും ഇല്ല വീട്ടിൽ, പട്ടിണിയാണ്. ഉള്ള വീടാണെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞി ബാക്കി ഇരിപ്പുണ്ടാവും, പഴങ്കഞ്ഞിയാണ്. ഇതുപോലെ കാലത്ത് എഴുന്നേറ്റ് പുട്ടും കടലയും 6 കഷ്ണം പുട്ടും 4 ഏത്തപ്പഴവും ബുൾസൈയും, ഇതൊന്നും 50 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കില്ല. 50 കൊല്ലത്തിന് മുമ്പ് എത്ര ഡ്രസ് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്? 2 എത്ര ഉള്ളോ? എത്ര ഡ്രസ് ഉണ്ട്? എത്ര ഡ്രസ് ഉണ്ട്? ഉറപ്പുണ്ടോ? വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ട് കൂടുതലുള്ള എടുത്തിട്ട് നിങ്ങൾ പോരട്ടെ? 10 ഉണ്ടെന്ന്. ഒരു ടിപ്പർ വീട്ടിലേക്ക് അയച്ചു തന്നാൽ എത്ര ട്രിപ്പ് അടിക്കാനുള്ളത് ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. ഇനി ആരാ രാജകുമാരനോ? 10 പേര് എണ്ണം അറിയാൻ പറ്റാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിന് ഇരിക്കുക. ഞങ്ങൾക്കൊക്കെ എത്ര കൃത്യമായിട്ട് എണ്ണം അറിയായിരുന്നു? 1 2 എന്തായിരുന്നു കളിപ്പാട്ടം ചെറുപ്പത്തിൽ? ഓല ചുരുട്ടി പന്തുണ്ടാക്കി അടിക്കുക, അല്ലെങ്കിൽ പാളയിലിരുത്തി വലിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മകന്
4ാമത്തെ ബർത്ത്ഡേക്ക് സൗമ്യ ഒരു കാറ് മേടിച്ചു കൊടുത്തു. റിമോട്ടിൽ വീട്ടിനകത്തൊക്കെ ഓടിക്കാവുന്ന. അത് വട്ടം ഉടക്കിയില്ലേ. എനിക്ക് വേണ്ട കരണ്ടി കുത്തി ചാർജ് ചെയ്യണ കാറ്, എനിക്ക് ഡീസൽ അടിച്ചണ ജീപ്പ് മതി എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേർ. 50 കൊല്ലത്തിന് മുമ്പ് 2-ന് പോയിരുന്ന എവിടെയാ? പറമ്പിലോ? പിള്ളേര് കേട്ടാ എല്ലാം വില മുഴുവൻ പോകും കേട്ടോ. അച്ഛൻ മാവിന്റെ ചോട്ടില്, അമ്മ പ്ലാവിന്റെ ചോട്ടില്, പിള്ളേര് തെങ്ങിന്റെ മൂട്ടില്. 50 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയണത്. 50 കൊല്ലം കൊണ്ട് നമ്മളാകെ മാറി, കീശയില് കാശാ കയറി, കൊതിയുള്ളതൊക്കെ മേടിച്ച് വയറിന് നിറച്ച് തിന്നുകയാണ് മലയാളി. തിന്ന് നശിക്കുന്ന ഒരു വർഗമായിട്ട് മലയാളി മാറി. ഇന്നിപ്പോൾ കൺസൾട്ടേഷൻ അസുഖമായിട്ട് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? കൺസൾട്ടേഷൻ വേണ്ടവർ എത്ര പേരുണ്ട്? 4 പേരേ ഉള്ളൂ. ഇതിൽ പട്ടിണി കൊണ്ട് ഭക്ഷണം ഇല്ലാണ്ട് രോഗികളായ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരുമില്ല. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറിയിട്ടുള്ള രോഗമുള്ളോ? മലയാളിക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറിയ രോഗം മാത്രമേ ഉള്ളൂ. പിന്നെ ആദിവാസികളുടെ മേഖലയിലോ അവരുടെ കാട് മുഴുവൻ നമ്മൾ വെട്ടിത്തീർത്തല്ലോ. അവിടെയൊക്കെ അല്പം പോഷക ദാരിദ്ര്യം വേണമെങ്കിൽ ഭക്ഷണക്കുറവുണ്ടാവാം. അപ്പോൾ വളരെ ഗൗരവമായിട്ട് എവിടെയാണ് തകരാറെന്ന് നോക്കിയാൽ തകരാറ് കണ്ടുപിടിച്ച് മാറ്റണം. ആ ഒരു ശീലം മലയാളിക്കില്ല. തകരാറ് കണ്ടുപിടിച്ച് അത് പരിഹരിക്കലല്ല, തകരാറിനെ പരിഹരിക്കലാണ് നമ്മുടെ പരിപാടി. തകരാറാണോ പരിഹരിക്കേണ്ടത്? തകരാറിന്റെ കാരണമാണോ പരിഹരിക്കേണ്ടത്? ഒരാൾക്ക് പ്രമേഹം പിടിച്ചു. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഷുഗർ കൂടി നിൽക്കുന്നു. ഇപ്പോ അതിന്റെ ചികിത്സ എന്താ? ഷുഗർ കൂടി നിൽക്കുന്നതിന് മരുന്നുകൾ കൊണ്ട് ഷുഗർ കുറയ്ക്കണം. സ്കൂളിൽ പോയിട്ടുണ്ടല്ലേ, യൂണിവേഴ്സിറ്റിയിലും പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ പഠിച്ചുള്ള വിവരം മുഴുവൻ പോകും. പ്രമേഹം പിടിച്ച് ഷുഗർ കൂടുന്നതിന് ഷുഗർ കുറച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? ഗ്ലൈസിഫേജ്, പിന്നെ എന്തൊക്കെയാ, മെറ്റ്ഫോമിൻ. ഷുഗർ കുറയ്ക്കണ്ടേ? ആ ഷുഗർ ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഷുഗർ കൂട്ടിപ്പോവും. മരുന്ന് കഴിച്ച് ഷുഗർ കുറച്ചു എഴുതി ശരീരം നന്നാവുന്നു. പ്രമേഹത്തിന് ചികിത്സിക്കേണ്ടത് എവിടെയാണ്? ഷുഗർ കുറയ്ക്കാൻ ചികിത്സിക്കണോ അതോ ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരിയാക്കണോ? അതിന് വല്ല ചികിത്സയുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും പ്രമേഹ രോഗിക്ക് 20 കൊല്ലമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗിയുണ്ട്, 40 കൊല്ലമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗിയുണ്ട്. പാൻക്രിയാസിനെ നന്നാക്കാനായിട്ട് ലോകത്തെ എവിടെയെങ്കിലും ചികിത്സ നടക്കുന്നുണ്ടോ? അതിവിടെ നടക്കുന്നുണ്ട്. അവിടെ മുഴുവൻ ഷുഗർ കുറച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടന്നു. ഇത് തലതിരിഞ്ഞ ചികിത്സയാണ്, മണ്ടൻ ചികിത്സയാണ്. അതുകൊണ്ടാണ് ഇതിനെ മണ്ടൻ മെഡിസിൻ എന്ന് ഞാൻ വിളിക്കുന്നത്. നിങ്ങളുടെ BP കൂടി നിൽക്കുകയാണ്. BP കൂടി നിൽക്കുന്നതിന് എന്താ ചികിത്സിക്കേണ്ടത്? എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? അലോപ്പതിക്കാരന് കാഞ്ഞ ബുദ്ധിയാണ്. അവൻ ഗവേഷിച്ചു കഴിഞ്ഞപ്പോൾ അലോപ്പതിക്കാരന് മനസ്സിലായി BP കൂടുന്നത് ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യണോണ്ടാണ്, കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ BP കുറക്കാൻ എന്ത് ചെയ്യണം? ഹാർട്ടിന്റെ പമ്പ് പ്രവർത്തനം ഉറപ്പിച്ചു വെക്കണം. പമ്പിങ് കുറയ്ക്കാൻ ബീറ്റ ബ്ലോക്കേഴ്സ്, ബീറ്റ്സ് ബ്ലോക്ക് ചെയ്ത് ഉറപ്പിച്ചു വെക്കുന്ന മരുന്നുകൾ കഴിച്ചാൽ മതി. സന്തോഷമായില്ലേ? BP പറഞ്ഞില്ലേ? 5 കൊല്ലത്തിനുള്ളിൽ ഹാർട്ടിന്റെ മരുന്ന് വേറെ കഴിക്കേണ്ടി വരും. 5 കൊല്ലം കൊണ്ട് ഹാർട്ടിന്റെ ബീറ്റ്സ് കുറയ്ക്കാൻ മരുന്ന് ചെയ്ത് അമർത്തി വെക്കുന്നതിന്റെ തിരിച്ചടി ഹൃദയത്തിന്റെ കേടായിട്ട്, ഹാർട്ടിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ ഹാർട്ട് പേഷ്യൻ്റായിട്ട് മാറും. BP കൂടി നിൽക്കുന്നതിന് ഹാർട്ടിന്റെ പമ്പിങ് കുറപ്പിക്കുന്ന കുതന്ത്ര പ്രയോഗമാണോ വേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ആയകണോ ചികിത്സ? എന്താവണം ചികിത്സ? വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ
എന്താവണം? ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? BP കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ബീറ്റ് ശരിയാവണമെങ്കിൽ എന്ത് വേണം? എന്തുകൊണ്ടാണ് ഹാർട്ട് ബീറ്റ് കൂട്ടിയത്? ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. ബ്ലോക്ക് പോലുള്ള ഒരവസ്ഥയിലേക്ക് രക്തം കട്ട കഴിക്കുന്ന രീതിയിൽ രക്തത്തിന്റെ ഫാറ്റ് കൂടി. ഹൃദയം ഉണ്ടെങ്കിലും എടുക്കുന്ന ഒന്നാണ് ഫാറ്റ്. രക്തത്തിൽ ഈ ഫാറ്റ് കയറ്റി കൊടുത്തതാരാ? നമ്മുടെ തീറ്റ. അപ്പൊ രക്തം മോശമായതാണോ BP കൂടാൻ കാരണം? ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യാൻ ശക്തി കൂട്ടിയതിന്റെ കാരണം? അതോ ഹാർട്ടിന് വട്ട് പിടിച്ചിട്ടാണോ? അപ്പൊ രക്തത്തിന്റെ ക്വാളിറ്റി മോശമായി. രക്തത്തിന്റെ ക്വാളിറ്റി മോശമായത് എങ്ങനെയാ? നമ്മൾ തിന്നുന്ന ഭക്ഷണം അതിന് രക്തത്തിൽ അങ്ങനെ വല്ല കുഴപ്പമുണ്ടാക്കുന്നില്ല. ഫാറ്റ് കണ്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ BP ചികിത്സ മരുന്ന് കഴിച്ച് നടത്തണോ, രക്തശുദ്ധി നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരണോ? നിങ്ങൾ ഹാർട്ടിന്റെ ബ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാൻ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ച് നിങ്ങളൊരു നായ കടിക്കാൻ ഓടിച്ചിട്ടാൽ എന്ത് പറ്റും? BPക്ക് നല്ല മരുന്ന് കഴിക്കുന്ന ഒരാളെ നായ കടിക്കാൻ ഓടിച്ചിട്ട് അയാൾ 1 കിലോമീറ്റർ ഓടി അതിനുള്ളിലുണ്ടെങ്കിലും കുഴഞ്ഞു. കാരണം ഹാർട്ടിന് ബീറ്റ് കൂട്ടാൻ പറ്റില്ല. ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ ഒരു അപകടം അതാ, പല അപകടങ്ങളിൽ. അതേസമയം നിങ്ങൾ അപകടം മനസ്സിലാക്കി രക്തത്തിന്റെ തലം മാറി, രക്തം ദുഷിച്ചു, അരുവിയിലെ വെള്ളം പോലെ കിടക്കുന്നത് ഒഴുകി ഒഴുകി പലയിടത്തുള്ള അഴുക്കെല്ലാം ഒന്ന് ചേർന്ന് തൃശ്ശൂരിലെ അരിയങ്ങാടിയിലെത്തിയപ്പോൾ ഓടയിലെ വെള്ളം എങ്ങനെയായി? അതുപോലെ ആയിട്ടുണ്ട് രക്തം. വറുത്തതും മൊരിച്ചതും ചായയും കാപ്പിയും കോളയും മദ്യവും പൊറോട്ടയും. ഈ പൊറോട്ടയ്ക്ക് പൊറോട്ട എന്ന് എങ്ങനെ പേര് വന്നെന്ന് അറിയാമോ? നീ പൊറോട്ടയുടെ ഉസ്താദല്ലേടാ? ഏതാ? വല്ലപ്പോഴും തിന്നാവുള്ളൂ. 24 മണിക്കൂറിൽ 2 പ്രാവശ്യം വല്ലതും കഴിച്ചാലായി. വല്ലപ്പോഴും കഴിക്കുള്ളൂ. ഇഷ്ടമല്ലേ നിനക്ക്? പൊറോട്ടയ്ക്ക് പൊറോട്ട എന്ന് പേര് വന്നത് എന്തുകൊണ്ടാ? അത് കഴിച്ചാൽ ആരോഗ്യം പൊറോട്ടു. അതുകൊണ്ടാ. അപ്പോ അത് പിന്നെ ഐസ്ക്രീം, ബിസ്ക്കറ്റ്, പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സ് അഡിറ്റീവ്സും കളറുകളും മൈദയും വനസ്പതിയും പഞ്ചസാരയും പാഷാണങ്ങളും മുഴുവൻ ചേർത്തുണ്ടാക്കി പൊതിഞ്ഞു കെട്ടി 6 മാസം 1 കൊല്ലമൊക്കെ വെച്ചിരിക്കുന്ന സാധനം എടുത്ത് തിന്നണമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കണം, കോളേജിലും പോയി പഠിക്കണം. PhD കൂടി എടുത്താൽ പറയാൻ വേണ്ട. തലയ്ക്ക് വിവരമുള്ള ആരും ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കില്ല. എന്താണ് ശരീരം, അതിനെന്താ വേണ്ടത്, ഈ സാധനം എന്താണ്, അതിനുള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വിവരമുള്ള ആരും ഈ സാധനം കഴിക്കില്ല. നമ്മുടെ രക്തത്തിൽ എന്തൊക്കെയാ ഉള്ളത്? നമ്മുടെ രക്തത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ഹീമോഗ്ലോബിൻ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, വാട്ടർ, കോർപ്പസസ്. എല്ലാവരും സ്കൂളിലും പോയിട്ടുണ്ട്, കോളേജിലും പോയിട്ടുണ്ട്. പഠിച്ച് വിവരം മുഴുവൻ പോയി. രക്തത്തിൽ ചാരായം ഉണ്ടോ? ചാരായം ഉണ്ടോ രക്തത്തില്? ചാരായം ഇല്ല. ചോറുണ്ടോ? ചോറില്ല. കോളയുണ്ടോ? ഈ വഴിവക്കിൽ നിന്ന് അടിച്ച് പൂസായി ബഹളം വെക്കുന്നവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്താൽ എങ്ങോട്ടാ കൊണ്ടുപോവുക? പോലീസ് സ്റ്റേഷനിലോ? ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല അല്ലേ, ബഹളം ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പോലീസുകാർ നേരെ സ്റ്റേഷനിലേക്കൊന്നും കൊണ്ടുപോയില്ല കുടിയന്മാരെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തിന്? ടെസ്റ്റ് ചെയ്യാൻ. എന്താ ടെസ്റ്റ് ചെയ്യണത്?
വയറ്റിൽ ട്യൂബ് ഇട്ടിട്ട് വയറ്റിൽ എത്രത്തോളം മദ്യം കിടപ്പുണ്ടെന്ന് നോക്കുമോ? പിന്നെ ബ്ലഡ് എടുത്ത് നോക്കുമ്പോൾ ബ്ലഡില് ഇയാൾ എത്ര കുടിച്ചു എന്ന് അറിയാൻ പറ്റുമോ? പറ്റും. അപ്പോ മദ്യം കഴിച്ചാൽ അയാളുടെ ബ്ലഡ് എന്ത് ബ്ലഡാകും? മദ്യ ബ്ലഡാകും. ചാരായ രക്തം ഒഴുകുന്ന സുന്ദര ശരീരം. ആരോഗ്യം വേണം കേട്ടോ ഡോക്ടറെ. എൻ്റെ കരളിന് ഗ്രേഡ് 2 ഫാറ്റി ലിവറാണ് ഡോക്ടറെ, ലിവർ സിറോസിസ് ആണ് ഡോക്ടറെ. അപ്പോൾ അതൊന്ന് മാറ്റി തരുമോ ഡോക്ടറെ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് മാറി കിട്ടണം വേണം ഡോക്ടറെ, എനിക്ക് വീണ്ടും പോയി കുടിക്കാൻ. നന്നാവില്ലേ? ഇപ്പൊ ചാരായം കുടിച്ചാൽ രക്തത്തിൽ ചാരായം കയറും. ചോറ് തിന്നാൽ രക്തത്തിൽ ചോറ് കയറുമോ? ഇല്ലാന്നോ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഷുഗർ നോക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അപ്പോഴേ കിട്ടൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചോറ് രക്തത്തിൽ കയറും. അതിനെ ഗ്ലൂക്കോസ് എന്ന് വിളിക്കും. ചോറ് തിന്നിട്ട് ദഹിപ്പിച്ചതിന്റെ അംശമാണെന്ന് പറയും. അപ്പൊ പറ, തന്റെ രക്തത്തിൽ എന്തൊക്കെയുണ്ട്? എത്ര കോഴിയുണ്ട്? എന്തൊക്കെയുണ്ട് തന്റെ രക്തത്തിൽ? 11 മണിക്കാണ് കിടന്നു, 12 മണിയാവും കിടന്നുറങ്ങാൻ. അപ്പൊ തന്നെ രക്തത്തിന്റെ ചൂട് കൂടും. എത്ര മണിക്കാണ് ഇറങ്ങുന്നത്? 12 മണി കഴിയും. അധികകാലം ആരോഗ്യ ജീവിതം ഉണ്ടാവില്ല. ഒരു ദിവസം ജീവിക്കാൻ പറ്റും. 12 മണിക്കൊക്കെ ശേഷം ഉറങ്ങാം. 10 മണിക്ക് മുമ്പെങ്കിലും ഉറങ്ങാതിരുന്നാൽ 12 മണിക്ക് മുമ്പാണ് വൈറ്റൽ ഓർഗൻസിന്റെ റിപ്പയറിങ്, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സിർക്കാഡിയൻ റിതം അനുസരിച്ച് നടക്കുന്നത്. തലച്ചോറ്, ഹൃദയം, കരള്, കിഡ്നിയുടെയൊക്കെ 12 മണിക്ക് മുമ്പ് ഒരുവിധം കൊണ്ട് നിങ്ങൾ വെളുപ്പിന് എപ്പോൾ വേണമെങ്കിലും നേരത്തെ എഴുന്നേറ്റുള്ളൂ. ഉറങ്ങാൻ പോകുന്നത് 50 കൊല്ലത്തിന് മുമ്പ് എത്ര മണിക്കാണ് ഉറങ്ങിയിരുന്നത്? നാട് മുഴുവനും 7-7:30. കണ്ണിൽ ഇരുട്ട് കയറുമ്പോൾ പണി നിർത്തി കൈയും കാലും കഴുകി. എന്തൊക്കെ ജോലിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്? 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ജോലി. ഓഫീസർമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. വേലി കെട്ടാൻ പോക്ക്, വലിയ ജോലിക്കാരാ. പറമ്പ് കിളക്കല്, പിന്നെ പരമേയല്, കയ്യാല വെക്കല്, കൃഷിപ്പണി, മീൻപിടുത്തം, പിന്നെ അപൂർവം ഒരു കൊല്ലൽ. വക്കീലന്മാരുണ്ടായിരുന്നു, എഞ്ചിനീയർമാരുണ്ടായിരുന്നു, പ്രൊഫസർമാരുണ്ടായിരുന്നു. 100 കൊല്ലം മുമ്പ് ആലോചിച്ചാൽ അതുമില്ല. അപ്പോ ഒരു 50 കൊല്ലത്തിനിപ്പുറം നമ്മൾ വികസനമാണ്, പുരോഗതിയാണെന്നൊക്കെ പറയുന്നതിൽ പലതും പല ചതികളും തോന്നുന്നു. എല്ലാം മോശമല്ല, പണ്ടത്തെ എല്ലാം നല്ലതുമല്ല. പണ്ടത്തതിൽ തള്ളിക്കളയേണ്ടത് ധാരാളമുണ്ട്, പുതിയതിൽ സ്വീകരിക്കാവുന്ന ധാരാളമുണ്ട്. പഴയത് മുഴുവൻ സുന്ദരമായിരുന്നു, സുന്ദര ഭൂതകാലം എന്നുള്ള ഒരു ചിന്തയൊന്നും വെക്കണ്ട. നിരവധി കാര്യങ്ങളുണ്ട് തള്ളിക്കളയേണ്ടത്. നമ്മൾ വളരെയേറെ വളർന്നിട്ടുണ്ട്. അതോടൊപ്പം കച്ചവടക്കാർ ബോധപൂർവം അടിച്ചേൽപ്പിച്ച കുറേ തെറ്റുകളുണ്ട്. അതിനെ തിരിച്ച് അറിഞ്ഞ് തിരുത്തി നമ്മൾ മുന്നോട്ട് വിവേകത്തോടെ പോകണം.